ഹായ് ഹലോ ഫ്രണ്ട്സ്. അപ്പം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു ഫോട്ടോ ഷോപ്പിംഗ് ആണ്. അപ്പോൾ ഫോട്ടോ ഷോപ്പിംഗ് എന്ന് പറയുമ്പോൾ നമ്മളെ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ കഴിയുന്ന ഒരു സൈറ്റും അതുപോലെ തന്നെ തമ്പ് നെയിൽ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനുമാണ് അപ്പോൾ ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പം ഇതാദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, സപ്പോർട്ട് ഉണ്ടാവണം. അപ്പം വീഡിയോ എങ്ങനെയാണ് നമുക്ക് കാണാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമുക്ക് പ്ലേ സ്റ്റോറിൽ തന്നെയാണ് നമുക്ക് ഇതിനെ പിന്നെ ഡൗൺലോഡ് ചെയ്യണം. അപ്പം തമ്പ് നെയിലെന്ന് നമ്മൾ ടൈപ്പ് ചെയ്യാം. ഓക്കെ, അൾട്ടിമേറ്റ് തമ്പ് നെയിൽ മേക്കപ്പ് ഫോർ യൂട്യൂബ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ക്ലിക്ക് ചെയ്യുക. ഇതിപ്പോൾ ഓപ്പൺ കാണിക്കുന്നത് ഫ്രണ്ട്സ് ഞാനിപ്പം ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിടുക. ഓക്കെ, നമുക്ക് നോക്കാം. എവിടെയാണ്? ഓക്കെ, ഇത് അവിടെയാണ്. തമ്പനെയിൽ മേക്കപ്പ് ഫോർ യൂട്യൂബ്. ഓക്കെ, ഇത് നമ്മുടെ ഹോം പേജ് ഇങ്ങനെ ആയിരിക്കും പറ്റുന്നത്. അപ്പോൾ ഇന്നത് ക്രിയേറ്റ് ഉണ്ട്. ഓക്കെ, ഇതൊക്കെ നിൽക്കട്ടെ ഫ്രണ്ട്സ്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് റിമൂവ് ചെയ്യണം. അതായത് നമ്മളിപ്പോൾ എടുത്ത ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യണം ഒരു ഫോട്ടോയുടെ. അപ്പം അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കിത് സൈറ്റുണ്ട്. അതായത് റിമൂവ് ഇമേജ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഈ സൈറ്റിൽ നമുക്ക് പോയിട്ട് ഇതിൽ ഫ്രീ ആയിട്ട് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ അതെങ്ങനെ നോക്കാം. നമ്മുടെ ഗൂഗിളിൽ പോകണം. ഓക്കെ, ഗൂഗിളിൽ പോയി ഗൂഗിളിൽ ഇപ്പോൾ ടൈപ്പ് ചെയ്യുന്നു. ഓക്കെ, കണ്ടല്ലോ, റിമൂവ് ഇമേജ് ബാക്ക്ഗ്രൗണ്ട് എന്ന് ടൈപ്പ് ചെയ്തിട്ട് നമ്മൾ സെർച്ച് കൊടുക്കുക. ഫ്രണ്ട്സ്, അപ്പോഴത്തേക്കും എന്താ ഇങ്ങനൊരു പേജ് വരും. അപ്പോൾ അതിലേക്ക് നമ്മൾ റിമൂവ് BG അതിൽ കൊടുക്കുക. നൈസിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജ് വരും. റിമൂവ് ഇമേജ് ബാക്ക്ഗ്രൗണ്ട് 100 ഓട്ടോമാറ്റിക്കലി ആൻഡ് ഫ്രീ എന്ന് പറഞ്ഞിട്ട് അത് ഓട്ടോമാറ്റിക്കലി ആയിട്ടാണ് ഫ്രീയും ആണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മൾ അപ്ലോഡ് ഇമേജ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. കാണാൻ കൊള്ളാവുന്ന, അതായത് എനിക്ക് തോന്നണം ഒരു ഇമേജ് എടുക്കാം. ഓക്കെ, പോട്ടെ. ഓക്കെ, ഇത് ഞാൻ കൊടുക്കാം. യെസ്. പ്രോസസ്സിങ് അപ്ലോഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, പ്രോസസ്സിങ് അപ്ലോഡ് വരട്ടെ. ഇത് സ്ലോ ആണ്. അതാ. ഓക്കെ, പെട്ടെന്ന് തന്നെ ആവും. നമുക്ക് നല്ല ഫാസ്റ്റായിട്ടുള്ള നെറ്റ്വർക്ക് ആണെങ്കിൽ പെട്ടെന്നാവും. നമ്മളെപ്പോലെ ഒരു TV ഒക്കെ ആണെങ്കിൽ ശകലം ലേറ്റാവും, എന്നാലും നന്നായിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ കഴിയുമല്ലോ. ഇപ്പം ബാക്ക്ഗ്രൗണ്ട് പോയിട്ടുള്ള ഒരു ഇമേജും താഴെ ബാക്ക്ഗ്രൗണ്ട് കൊടുത്ത ഫോട്ടോയും. ഓക്കെ, നമ്മളിതിനെ റിമൂവ്ഡ് ആയിട്ടുള്ളതിന് നമ്മൾ ഡൗൺലോഡ് ചെയ്യണം. ഇതിന്നും ഡൗൺലോഡ് കൊടുക്കാം. ഓക്കെ, ഇപ്പം ഡൗൺലോഡ് ആയിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ ഗാലറി നോക്കാം. ഓക്കെ, ഇതാ കിടപ്പുണ്ട്. നമ്മുടെ ഇമേജ് ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഡിസൈൻ ചെയ്യണം. അതായത് ഫോട്ടോഷോപ്പ് നമുക്ക് ചെയ്യണം. അപ്പോൾ അത് നമുക്ക് നേരത്തെ നമ്മൾ ഡൗൺലോഡ് ഇട്ടിരുന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് അതിൽ ക്രിയേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക. അതിനകത്ത് നിങ്ങൾക്ക് ഏതാണോ ആവശ്യം അത് നമുക്ക് സെലക്ട് ചെയ്യാം. ഇപ്പം ഞാൻ യൂട്യൂബിൻ്റെ ആണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇതിനകത്തൊരു നല്ല ബാക്ക്ഗ്രൗണ്ട് ഡിസൈൻ നമുക്ക് എടുക്കാൻ കഴിയും. ബാക്ക്ഗ്രൗണ്ട് ഞാനാണെങ്കിൽ ഇതാണ് എടുക്കുന്നത്. ഓക്കെ, അതിൽ ടിക്കിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഇമേജ് നമുക്ക് ഇനി ഇതിനകത്ത് ഇമേജ് കൊണ്ടുവരണം. അപ്പം ഇമേജ് എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്യുക. വളരെ എളുപ്പമാണ്. നമുക്കിത് ബാക്ക്ഗ്രൗണ്ട് നമ്മൾ മാറ്റിയിട്ട് ഇമേജ് കൊണ്ടുവന്ന് അല്ല ടിക്ക് കൊടുത്താൽ മതി, ഇതിനകത്തേക്ക് വരണം. ഓക്കെ, അപ്പോൾ നമുക്കിതിനെ ഒന്ന് വലിപ്പമാക്കി നമുക്ക് ഇഷ്ടമുള്ളത് ഒന്ന് ഫിക്സ് ചെയ്ത് വയ്ക്കാം. ഇവിടെ എന്നിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്തു. അപ്പോഴത്തേക്കും ഈ ടോപ്പിൽ ഇവിടെയാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ക്ലിക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇവിടെ നോക്കണ്ട. ഓക്കെ, ഇനി നമ്മൾ ഇതിനകത്ത് ടൈറ്റിൽ കൊടുക്കാം. എന്തായാലും നമുക്ക് ഇഷ്ടമുള്ള ടൈറ്റിൽ കൊടുക്കാം. അപ്പോൾ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.
ഓക്കെ വന്നിട്ടുണ്ട്. ഞാൻ ആഡ് കൊടുത്തു. അപ്പോഴത്തേക്ക് ഇങ്ങനെ വരും. നമുക്ക് കൊണ്ടുവന്ന് നീക്കി വയ്ക്കാം. നമുക്ക് ഇതിൻ്റെ ഫോണ്ട് ഒന്ന് മാറ്റി കൊടുക്കാം. ഞാൻ സെലക്ട് ചെയ്തു. നമുക്ക് ഇതിനകത്തേക്ക് ഒരു കളർ ചെയ്യാം. വാവ്, ഇത് ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു രീതി. ഞാനിപ്പോൾ ഇങ്ങനെ കളർ ചെയ്തു. ഓക്കെ, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ എന്ന് ഞാൻ നിങ്ങളോടാണ് പറയുന്നത്. പ്ലീസ് നിങ്ങൾ ചെയ്യണം. അപ്പോഴത്തേക്കും ഞാനിതിനെ ഇനി നമുക്കൊന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഓക്കെ ഫ്രണ്ട്സ്, ഞാൻ ഒരു കാര്യം പറയാൻ പറ്റിപ്പോയി. നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന മുമ്പ് നമുക്ക് അതേപോലെ ഇതിനകത്ത് വേറെ എഫക്റ്റൊക്കെ ചെയ്യാൻ പറ്റും. ഒരുപാട് എഫക്റ്റ് ഉണ്ട്. നമുക്ക് ഇതിനകത്ത് ബാക്ക്ഗ്രൗണ്ട് നമുക്ക് എന്തെങ്കിലും വേറെ എഫക്റ്റുകളൊക്കെ നമുക്ക് അതേപോലെ ഇങ്ങനെയോ അല്ലെങ്കിൽ ഇതുപോലെയൊക്കെ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ കഴിയും. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. അതുപോലെ തന്നെയാണ് സ്റ്റിക്കറുകളുണ്ട്. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള സ്റ്റിക്കറുകൾ ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് വേറെ ഹാപ്പി ബർത്ത്ഡേ എന്നുള്ള സാധനം വേണമെങ്കിൽ നമുക്ക് ഇതിനകത്തുകൊണ്ടൊന്ന് വെച്ച് കൊടുക്കാം. അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് നിങ്ങൾ ഫോട്ടോഷോപ്പിന് അറിയില്ല എന്ന് പറഞ്ഞ് ഇനി വിഷമിക്കുക. നമുക്കിതുപോലെ സിമ്പിളായിട്ട് ആൻഡ്രോയിഡ് ഫോണിൽ നമുക്ക് ചെയ്യാൻ കഴിയും. ഓക്കെ, നമുക്ക് ഡൗൺലോഡ് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഡൗൺലോഡ് ആയിട്ടുണ്ട്. കിട്ടിക്കുന്ന കാണാൻ കഴിയും. നമുക്കിത് ഇഷ്ടമുള്ള നമുക്ക് ഫേസ്ബുക്ക് ആണെങ്കിൽ അങ്ങനെ ഷെയർ ചെയ്യാം, അല്ല ഇൻസ്റ്റാഗ്രാം ആണെങ്കിൽ അങ്ങനെ ഷെയർ ചെയ്യാം, വാട്സപ്പ് ആണെങ്കിൽ അങ്ങനെ ചെയ്യാം. നമുക്ക് ഷെയർ ചെയ്യാനൊക്കെ എളുപ്പമാണ്. അപ്പോൾ ഇതേപോലെ സിമ്പിളായിട്ട് നമുക്ക് നമ്മുടെ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തിട്ട് നമുക്ക് ഫോട്ടോഷോപ്പ് ചെയ്യാൻ കഴിയും. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് അതേപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യണം. നിങ്ങൾ ലൈക്ക് നിങ്ങളെ ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യും, എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യണം. എന്നാലേ നമുക്ക് ഇനിയും നല്ല നല്ല വീഡിയോകൾ ചെയ്യാൻ കഴിയും. അപ്പം ഇതൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും നമ്മൾ കാണും. അപ്പോൾ ശരി.